ഹായ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇവിടെ നല്ല മഴ ഉണ്ടാവും. സമയം 7:45 എന്നിട്ട് നല്ല മഴ ഉണ്ടാവും. ഇരുട്ട് പോലെ വളരെ സിമ്പിളായ കറികളാണ് കേട്ടോ. ഒരു വെറൈറ്റി പരിപ്പ് കുത്തിക്കാച്ചി കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് വെക്കുക നോക്കാം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക കേട്ടോ. നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ടെസ്റ്റ് മനസ്സിലാവും. പരിപ്പ് കുത്തിക്കാച്ചിയാണ് കേട്ടോ. ഒരു സ്പെഷ്യൽ പരിപ്പ് കുത്തിക്കാച്ചിയതാണ്. ഒരു 1.5 ഗ്ലാസ് തോരപ്പരിപ്പ് എടുത്തിട്ട് കഴുകിയതാണ് കേട്ടോ. ഇതിലേക്ക് ഒരു തക്കാളി, ഒരു സവാള, 3 പച്ചമുളക്, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. വെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ. ഒരു വിസിൽ വരട്ടെ. 8 വിസിൽ മതിയിട്ടാ. അപ്പോഴേക്ക് കുറച്ച് സാധനങ്ങൾ ചതച്ചെടുക്കുക. ഒരു 10 ചെറിയ ഉള്ളി, 1 ടേബിൾ സ്പൂണ് കുരുമുളക്, ഒരു 10 അല്ലി വെളുത്തുള്ളി. ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചിട്ട് വരാം കേട്ടോ. ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ. സൗണ്ട് ഉള്ളിലാണ് ചതക്കുന്നത്. ചതച്ചെടുക്കട്ടെ. വെളുത്തുള്ളി ചതയ്ക്കുക. ഓരോന്നായി ചതക്കുന്നു കേട്ടോ. കുരുമുളകും സെപ്പറേറ്റാ? 3 സെപ്പറേറ്റ് ചതക്കും. ഇന്ന് സ്കൂളിലല്ലോ. നമുക്ക് പരിപ്പ് കണ്ടാ നോക്കാം. സൂപ്പറായി വന്നു കേട്ടോ. ഞാൻ ഇതിൽ പാത്രത്തിലേക്ക് മാറ്റട്ടെ. നമുക്ക് അടിപൊളിയായിട്ട് ഒന്ന് താളിച്ചെടുക്കാം കേട്ടോ. ചീഞ്ചട്ടി ഒന്ന് ചൂടാവട്ടെ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. കുറച്ച് മതി. കടുക് ഇട്ട് കൊടുക്കാം. ചതച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം കേട്ടോ. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇത് നന്നായി മൂത്ത് വരട്ടെ. ഉള്ളി മൂത്ത് വന്നു. ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നെയ്യ് ഒഴിക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ്. അത് ആയിട്ടാ. ഇത് കൊട്ടിക്കൊടുക്കുക. പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. കുരുമുളക് ഇട്ടിട്ട് കുത്തിക്കാച്ചി ചെയ്തിട്ടാ. സൂപ്പർ ടേസ്റ്റാണ്. കുത്തുമുളക് വേറെ വേർഷനല്ലേ. സൂപ്പർ ടേസ്റ്റായിട്ട് വെക്കാത്തവർ വെച്ച് നോക്കട്ടാ. മത്തൻ്റെ ഇല തോരനാണ് കേട്ടോ. സൂപ്പർ നിറയെ ഉണ്ടായില്ലതാ. ഇല മാത്രമേ ഉള്ളൂ. അതാണിത്. മൂക്കുമ്പോഴേക്ക് വലിച്ചാ അടിപൊളിയാണ്. നിറച്ച ഇല ഉണ്ടായിട്ടുണ്ട്, പക്ഷെ കാര്യമില്ല. പൂണ്ട്. ഇതൊക്കെ വല്ലപ്പോഴേ കിട്ടുള്ളൂ. വർഷത്തിൽ ഒരു ദിവസം 2 ദിവസം. ആര് പറഞ്ഞു ഈ 2 മാസത്തിൻ്റെ ഇടയ്ക്ക് എത്ര കഴിച്ചു? മത്തൻ്റെ താളിപ്പ്. ഇന്ന് തോരനാണ് കേട്ടോ. ഇന്ന് തോരൻ. അതിൽ വയറ് മുറുക്കുണ്ടാട്ടാ.
പറയാൻ പറ്റില്ല, ചിലപ്പോൾ മുറിച്ചു എന്നൊക്കെ വരും. കറണ്ടാണ്. കറണ്ട് വേറാണ്. ആളില്ല അങ്ങോട്ട് പോയിരിക്കുന്നു. മഴയായിട്ടൊക്കെ ചളി പുള്ളിയുന്നുണ്ട്. എവിടെ അതുണ്ടാവും പിന്നെ മത്തണ്ടല്ല അങ്ങനെ തന്നെയല്ലേ. വെളിച്ചം വന്നല്ലേ പോയപ്പോ. പ്രകൃതി ഭംഗി ഇത്തിരി കൂടുതലാ. കുറേ മത്തൻ്റെ കിട്ടിയിട്ടാ അടിപൊളിയായിട്ട് തോരൻ വെക്കാം. സിമ്പിളാണ്. ഇതൊരു സ്പെഷ്യൽ തോരനാണ് കേട്ടോ. കുഞ്ഞു കുഞ്ഞു നന്നായി കുഞ്ഞു കുഞ്ഞു അരിയണം. അപ്പോൾ ഇത് വാടിക്കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല. ഒന്നും ഉണ്ടായില്ല. ഒന്നും ഉണ്ടായില്ല. കാണാൻ വേണ്ടി കിട്ടില്ലല്ലോ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കഴിഞ്ഞു. നമുക്ക് മത്തൻ്റെ ഇല തോരൻ വെക്കാം. സിമ്പിൾ തോരനാണ് കേട്ടോ. വെറൈറ്റി. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. കടുക് ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ അരി ഇട്ടാ. പുഴുക്കലരിയാണ്. അരി ഒന്ന് പൊരിഞ്ഞ് വെക്കാം. അരി പൊരിഞ്ഞ് വന്നു. ഇതിലേക്ക് 4 വറ്റൽമുളക് ഇട്ടാ പൊട്ടിച്ചിട്ടാ. വറ്റൽമുളകാണ് ഇട്ടാൽ ഇതിൽ ഉള്ളിയൊന്നും ഇടില്ല. ഇനി നമ്മുടെ മത്തനയില ഇട്ട് കൊടുക്കാം. കാണാൻ നല്ല രസമാണ്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കട്ടെ. കുറച്ച് മതി. നോക്കിയിട്ട് ഇട്ടോളൂ. നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പം താഴും. ഇപ്പം താഴെ അടച്ചു വെക്കണം. 2 മിനിറ്റ് അടച്ച് വെക്കാം. കുറച്ച് നേരം അടച്ച് വെച്ചാട്ടാ. തുറന്ന് നോക്കാട്ടാ. ഓ നന്നായി താന്നു കണ്ട. തുറന്ന് വെച്ച് നന്നായി ഇളക്കി കൊടുക്കട്ടെ. കരണ്ടിൻ്റെ ബാക്കും കൊണ്ട് ഇളക്കണം കേട്ടോ. ഇത് നൂല് പോലെയല്ലേ. ഇത് റെഡി ആയിട്ടാ. നല്ല ജീരകൂട്ട് ചതച്ചെടുത്താണ് കേട്ടോ തേങ്ങ. ഇനി തിരിച്ചു പിടിച്ചൂടെ? നന്നായി ഇളക്കിയെടുക്കട്ടെ കേട്ടോ. തോരൻ റെഡി ആയിട്ടാ. സൂപ്പർ ടേസ്റ്റാണത്. ഉള്ളി പച്ചമുളക് ഒന്നും ഇടില്ല കേട്ടോ. പ്രത്യേക ടേസ്റ്റാണത്. ഇതുപോലെ വെക്കാത്തവരൊന്ന് വെച്ച് നോക്കണം. സൂപ്പർ ടേസ്റ്റാണ്. ഏട്ടന് ചോറാക്കാൻ കേട്ടോ. അന്ന് ഉണ്ണിക്ക് സ്കൂളില്ലല്ലോ. നല്ല കഴിച്ചാൽ നല്ലതാണ്. മത്തൻ്റെ പറയേ ഇല്ല കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ചീര പോലെ ഉണ്ട്. ചീരമാതി കഴിക്കാൻ നോക്കുക എല്ലാവരും. നല്ല ടേസ്റ്റ് ഉണ്ട്. ഹെൽത്തി അല്ലേ? വെറുതെ പറയാനല്ല. എൻ്റെ ഈ പരിപ്പ് കറി ഒരു പ്രാവശ്യങ്ങളും വെച്ച് നോക്കണം. സൂപ്പർ ടേസ്റ്റാണ്. ഞാൻ രണ്ടും വെറുതെ പറയല്ല കേട്ടോ. 100% ഗ്യാരണ്ടി. വെച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയാ. ഉണ്ണി വെക്കാൻ പറഞ്ഞതാണത്. ഇന്നത്തെ കറികൾ ഈ സിമ്പിള്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഏട്ടനെ അയച്ചു കൊടുത്തേ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവർക്കും ടാറ്റ. നല്ല ചൂട്.